ഹായ് ഹലോ. Welcome to our channel, Spoons and Stories. അപ്പൊ നമുക്കിന്ന് നല്ലൊരു മോരുകറി ഉണ്ടാക്കിയാലോ? Yes. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണിത്. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവോള, കുറച്ച് കറിവേപ്പില, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ വഴുതനങ്ങ ഇട്ടാട്ടോ മോരുകറി ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു മീഡിയം സൈസ് വഴുതനങ്ങ ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൈരാണ്. ഒരു മീഡിയം ബൗൾ തൈരാണ് എടുത്തിരിക്കുന്നത്, ഏകദേശം ഒരു 500 ml. നമ്മളൊരു കുറുകിയ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു 500 ml തൈരിന് ഒരു 50 ml അളവിൽ വെള്ളം മിക്സ് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മൺചട്ടിയിൽ മോരുകറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു മൺചട്ടിയാണ്. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. വഴുതനങ്ങയ്ക്ക് പകരം നമുക്ക് വാഴയ്ക്കായോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ യൂസ് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് കുറച്ച് കറിവേപ്പില, കുറച്ച് സവോള, അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന 4 പച്ചമുളകും ഇപ്പോൾ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഇവിടെ ഏകദേശം 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മോരുകറിക്ക് നല്ലൊരു കളറൊക്കെ ഉള്ളത് നല്ലതല്ലേ, അപ്പം ചിലർ നല്ലപോലെ മഞ്ഞൾപ്പൊടി ഇടുന്നവരുണ്ട്. ഇവിടെ ഞാനൊരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വയ്ക്കുക. വഴുതനങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പം വഴുതനങ്ങ ഇതുപോലെ നല്ല മയത്തിൽ വന്നിട്ടുണ്ടാകും. ഉടനെ തന്നെ നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്യുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തൈര് തിളച്ച് പോകാനായിട്ട് ഇടവരുത്തരുത്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. തൈരിൻ്റെ ഒരു പച്ച ചുവ മാറുന്നോടം വരെ നമ്മൾ ചെറിയ തീയിൽ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഏകദേശം ഒരു 2 മിനിറ്റോളമെങ്കിലും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ചെറുതായിട്ട് നമുക്ക് മേലെ ആവിയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്യുക. ചെറിയൊരു പാനിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു 3 വറ്റൽമുളക് മുറിച്ചത്, പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ സവോളയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വരും. അപ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ചെറിയ ജീരകപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂണ്, അതുപോലെ തന്നെ ഉലുവ പൊടിച്ചത് ഒരു 1/4 ടേബിൾ സ്പൂണ്. ഇത്ര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചച്ചുവ മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന മോരുകറിയിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മോരുകറിക്ക് നല്ലൊരു കളറും ഫ്ലേവറും കിട്ടും. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ മോരുകറി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.